അർജുൻ, ജാസ്മിൻ, ജിൻഡോ ഈ 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഇവരിൽ ആര് ജയിക്കുമെന്നുള്ള കാര്യം ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്ത വിധം വോട്ടിംഗ് ലൈൻ കുതിച്ചുയർന്നു. ഒരു ഘട്ടത്തിൽ അർജുൻ 1-ാം സ്ഥാനത്താവുമ്പോൾ ജാസ്മിൻ 3-ാം സ്ഥാനത്തും ജിൻഡോ 2-ാം സ്ഥാനത്തുമെത്തി. അടുത്ത നിമിഷത്തിൽ ജിൻഡോ ആയിരുന്നു 1-ാം സ്ഥാനത്ത്. ആ സമയത്ത് അർജുൻ 2-ാം സ്ഥാനത്തും ജാസ്മിൻ 3-ാം സ്ഥാനത്തുമായി. അങ്ങനെ ഓരോ നിമിഷവും വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു ബിഗ് ബോസ് സീസൺ 6 നടന്നിരുന്നത്. മുൻ സീസണുകളിലെല്ലാം ഒരു ടൈറ്റിൽ വിന്നറെ ആദ്യത്തെ 60 ദിവസം ആകുമ്പോഴേക്കും ഉറപ്പിക്കാനായിരുന്നു. പക്ഷേ സീസൺ 6 ഒരിക്കലും അത് നടന്നില്ല. അവസാന നാളുകളിൽ ടോപ്പ് 3യിലേക്ക് കടുത്ത പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അവസാന നിമിഷങ്ങളിൽ പോലും അറിഞ്ഞിരുന്നില്ല ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 6ൻ്റെ ടൈറ്റിൽ വിന്നർ ആവുക എന്നുള്ള കാര്യം. ഓരോ നിമിഷത്തിലും കടുത്ത മത്സരമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അത്രത്തോളം ക്യൂരിയോസിറ്റി ആയിരുന്നു ആരായിരിക്കും ഇത്തവണത്തെ വിജയി എന്നറിയാൻ വേണ്ടി. ഒരു വശത്ത് ജാസ്മിൻ കടുത്ത മത്സരമായിരുന്നു. സീസൺ 6 ആരംഭിച്ചതു മുതൽ അവസാന നാളുകൾ വരെ കടുത്ത ഗെയിമുമായിട്ടായിരുന്നു ജാസ്മിൻ മുന്നോട്ട് വന്നിരുന്നത്. പല സമയങ്ങളിലും അവർക്ക് ഒരുപാട് ഇമോഷണൽ പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിലും നല്ല മത്സരം തന്നെയായിരുന്നു ജാസ്മിൻ കാഴ്ചവെച്ചത്. ഒരുപാട് വിവാദങ്ങളും ആരോപണങ്ങളും ജാസ്മിനെതിരെ ഉണ്ടായെങ്കിലും അതിലൊന്നും ജാസ്മിൻ തളർന്നില്ല എന്ന് വേണം കരുതാൻ. മറുവശത്ത് ജിൻഡോയും കടുത്ത മത്സരം തന്നെയായിരുന്നു. ഓരോ ആഴ്ചയിലും ഓരോ ക്യാരക്ടറായി ജിൻഡോ മാറുന്നെന്ന് എതിരാളികൾ അഭിപ്രായപ്പെട്ടപ്പോഴും അതിലൊന്നും തളരാതെ തൻ്റെ ഗെയിമുമായി അദ്ദേഹം മുന്നോട്ട് വന്നു. ഷോയിലുടനീളം ജിൻഡോ എന്ന പേര് മുഴങ്ങി നിന്നു. മറുഭാഗത്ത് അർജുൻ എന്ന ഒറ്റയാൾ പോരാളി തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടും നർമ്മം കൊണ്ടും തൻ്റെ വ്യക്തിത്വം കൊണ്ടും ആളുകളെ തന്നിലേക്ക് ആകർഷിച്ച് അവസാന നിമിഷങ്ങളിൽ ജാസ്മിനോടും ജിൻഡോയോടും കടുത്ത വെല്ലുവിളി തന്നെയാണ് ഉയർത്തിയത്. ഒരു ഘട്ടത്തിൽ അർജുൻ ടൈറ്റിൽ വിന്നർ ആവുമോ എന്നുപോലും എതിരാളികൾ ഭയപ്പെട്ടിരുന്നു. അതിൻ്റെ സൂചനയെന്നോണം അവസാന 2 ആഴ്ചകളിൽ അർജുനെതിരെ കടുത്ത ഡീഗ്രേഡിംഗ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അർജുൻ എന്ത് ചെയ്താലും കുറ്റം എന്ന നിലയിലായിരുന്നു സോഷ്യൽ മീഡിയയിലെങ്ങും വ്യാപിച്ചത്. അർജുൻ ചിരിച്ചാൽ അത് അർജുൻ്റെ ഗെയിം പ്ലാൻ, കരഞ്ഞാൽ അത് ഗെയിം പ്ലാൻ. അങ്ങനെ അർജുൻ ആ ഷോയിൽ ചെയ്യുന്നതെല്ലാം ഗെയിം പ്ലാനായിട്ട് മാറി. അതുവരെ അർജുൻ ഷോയിൽ ഒരു ഗെയിമും കളിക്കുന്നില്ല, വെറുതെ നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന പലരും അവസാന നിമിഷങ്ങളിൽ പറഞ്ഞു അർജുൻ്റേത് മാസ്റ്റർ മൈൻഡ് ഗെയിമാണ്, അർജുൻ നല്ല മൈൻഡ് ഗെയിമറാണ്, അർജുൻ കരയുന്നതും ചിരിക്കുന്നതും എല്ലാം ഗെയിമാണ് എന്ന് പറഞ്ഞ് ഒരു കൂട്ടം ആളുകൾ അർജുനെതിരെ വന്നു. ഈ കടുത്ത ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമായി അർജുന് 1-ാം സ്ഥാനം നഷ്ടപ്പെടുകയും 2-ാം സ്ഥാനത്തേക്ക് തഴയപ്പെടുകയും ചെയ്തു. ബിഗ് ബോസ് സീസൺ 6ലെ താരവും ക്രൗഡ് പുള്ളറുമായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ, സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി തോപ്പി ഇവരെ പോലുള്ളവരൊക്കെ ജിൻഡോയ്ക്ക് സപ്പോർട്ടുമായി മുൻപന്തിയിലുണ്ടായിരുന്നു എന്നുള്ളതും ജിൻഡോയുടെ ടൈറ്റിൽ വിന്നർ പദവിക്ക് ആക്കം കൂട്ടി. ബിഗ് ബോസ് ഹൗസിൽ ജാസ്മിനെ പോലെയോ ജിൻഡോയെ പോലെയോ കടുത്ത ഗെയിം കളിച്ചിട്ടല്ല അർജുൻ മുൻപന്തിയിലെത്തിയിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും കണ്ടാണ് ആളുകൾ അർജുനെ ഇഷ്ടപ്പെട്ടത്. ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവിംഗ് ഉണ്ടായിരുന്നത് അർജുനാണ്. അതിപ്പോഴും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതല്ല, കൂടുതൽ എഫേർട്ട് എടുത്ത് ഗെയിം കളിച്ചത് ജിൻഡോ ആയതുകൊണ്ട് എന്തുകൊണ്ടും കപ്പ് നേടാനുള്ള അർഹത ജിൻഡോയ്ക്കാണെന്ന് ജിൻഡോ ആരാധകരും വാദിച്ചു. അർജുൻ്റെ ആരാധകർ പറഞ്ഞത് പേഴ്സണാലിറ്റിയും ക്യാരക്ടറും നോക്കിയാൽ അർജുൻ്റെ 7 അയലത്തെത്താൻ പോലും ജിൻഡോയോ ജാസ്മിനോ ഇല്ല. അതുകൊണ്ട് തന്നെ അർജുനാണ് ടൈറ്റിൽ വിന്നർ പദവിക്കെന്ന് അർജുൻ ആരാധകരും വാദിച്ചു. കടുത്ത മത്സരത്തിനൊടുവിൽ ജിൻഡോ ടൈറ്റിൽ വിന്നറായി. ജിൻഡോ ടൈറ്റിൽ വിന്നറായപ്പോൾ അർജുൻ ജിത്തു ജോസഫിൻ്റെ അടുത്ത പടത്തിലെ നായകനായും ഫസ്റ്റ് റണ്ണറപ്പായും മാറി. ജാസ്മിൻ സെക്കൻഡ് റണ്ണറപ്പും. എന്തായാലും ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചപ്പോൾ ടൈറ്റിൽ വിന്നറായത് ജിൻഡോയാണെങ്കിലും വിന്നറായി നമുക്ക് ഒരാളുടെ പേര് മാത്രം എടുത്തു പറയാൻ കഴിയില്ല. അർജുൻ, ജിൻഡോ, ജാസ്മിൻ ഈ 3 പേരും പറഞ്ഞാൽ മാത്രമേ ബിഗ് ബോസ് സീസൺ 6 പൂർണ്ണമാവുകയുള്ളൂ. ഇതിനെല്ലാം തെളിവായിട്ടുള്ളത് അവരുടെ പ്രേക്ഷക പ്രീതി തന്നെയാണ്.